നമ്മളിപ്പോൾ എവിടെ വന്ന് നിൽക്കുന്നത്? നമ്മളിപ്പോൾ തുമ്പച്ചി കുരിശുമല. ആ, നമുക്ക് മല കയറിയിട്ട് വരാം. വാ, അവിടെ വരാൻ കയറണം. വേഗം വാ. അങ്ങനെ വണ്ടി ഇവിടെ വെച്ചിട്ട് പോയില്ലേ? ആ. ഹലോ ഗൈസ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി എപ്പിക് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ യാത്ര ഇന്ന് വന്ന് നിൽക്കുന്നത് തുമ്പച്ചി കുരിശുമല എന്ന് പറയുന്ന ഒരു ദേവാലയത്തിൻ്റെ മുന്നിലാണ്. അതിമനോഹരമായ ഒരുപാട് കാഴ്ചകൾ അവിടെയുണ്ട്. നമുക്ക് ആ കാഴ്ചകളൊക്കെ പോയി കണ്ടിട്ട് വരാം. അപ്പോൾ ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതിമനോഹരം എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, പ്രകൃതി ഒരുക്കിയിരിക്കുന്ന വിസ്മയ കാഴ്ചകൾ തന്നെയുണ്ട് ഇവിടെ. അപ്പം ദേവാലയത്തിൻ്റെ ഒരു ഭംഗി എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ഇതുപോലൊരു ദേവാലയം ഞങ്ങളുടെ ജീവിതത്തിൽ വേറെ കണ്ടിട്ടില്ലെന്ന് തന്നെ പറയാം. അതിമനോഹരമായ ഒരു ദേവാലയം, അതിന് ചുറ്റും ഒരുപാട് കാഴ്ചകളും ഒക്കെ ആയിട്ട് നമ്മളെ കാത്ത് തുമ്പച്ചിമല ഇരിക്കുന്നുണ്ട്. തുമ്പച്ചിമല വ്യൂ പോയിൻറ്റ്. ഇവിടെ ആ ദേവാലയമാണ് പ്രധാനമായിട്ടും കാഴ്ചക്കാരെ ആകർഷിക്കുന്നത്. അവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ കിട്ടുന്ന ദൃശ്യങ്ങളും പിന്നെ ഒരു ഗുഹയൊക്കെ ഉണ്ട്. ആ ഗുഹയൊക്കെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. അപ്പോൾ നമ്മൾ ആ ഗുഹയ്ക്കകത്തോടെയൊക്കെ നടന്നിട്ടുണ്ട്. അതിൻ്റെ എല്ലാം വീഡിയോ ഉണ്ട്. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാതെയൊക്കെ കാണുക. ഇങ്ങോട്ട് കയറ്റം കയറാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണെങ്കിലും കയറ്റം കയറി മണ്ടയിൽ ചെന്ന് ആ വ്യൂ ഒക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം അത് പറഞ്ഞാൽ തീരാത്തതാണ്. അപ്പം ഈ മലയുടെ മുകളിലാണ് വ്യൂ എല്ലാം നമ്മളെ കാത്തിരിക്കുന്നത്. അപ്പം നമ്മൾ പതുക്കെ അങ്ങോട്ട് കയറുകയാണ്. ഞങ്ങൾ ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കാണ് ഇവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ നല്ല വെയിലാണല്ലോ. ആ വെയിലെല്ലാം കൊണ്ടതിന് ശേഷം ഞങ്ങൾ അങ്ങനെ മുകളിലെത്തി. മുകളിൽ നിന്ന് ഞങ്ങൾ താഴേക്ക് നോക്കിയപ്പം കിട്ടിയ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയുമില്ലാത്ത വ്യൂ ആയിരുന്നു. ആദ്യമായിട്ടാണ് ഇതുപോലൊരു വ്യൂ പോയിൻ്റ് ഞങ്ങൾ വരുന്നത്. നല്ല ഭംഗിയുള്ള കാഴ്ചകൾ തന്നെയാണ് ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇവിടുത്തെ ഭംഗിയൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഈ ഒരു മലയുടെ മുകളിൽ നിന്ന് നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ കാഞ്ഞാറ്, അതുപോലെ മൂലമറ്റം പവർ ഹൗസ്, അങ്ങനെ ഒരുപാട് കാഴ്ചകൾ ഇവിടെ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഭൂമിയിലെ ഏറ്റവും സുന്ദരമായ കാര്യങ്ങൾ കണ്ണുകൾ കൊണ്ട് കാണാനോ കാതുകൾ കൊണ്ട് കേൾക്കാനോ കഴിയില്ല. അത് ഹൃദയം കൊണ്ട് അനുഭവിച്ചറിയുക തന്നെ വേണം. നിങ്ങളെല്ലാം തീർച്ചയായും ഇതുപോലുള്ള വ്യൂ പോയിൻറ്റുകളൊക്കെ തേടി വരിക. അതിമനോഹരമായ ഇതുപോലുള്ള കാഴ്ചകളൊക്കെ കാണുക. ഇതൊക്കെ നമ്മുടെ മനസ്സിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ കൊണ്ടുവരും. ഇത്രയും മനോഹരമായ ഒരു ദേവാലയം ഇടുക്കിയിൽ വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് എനിക്കറിയത്തില്ല. എന്നാലും അതിമനോഹരമായ ഒരു ദേവാലയം തന്നെയാണ് ഈ ഒരു ദേവാലയം. ഈ ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ മാത്രമല്ല ആൾക്കാർ വരുന്നത്, ഇവിടുത്തെ കാഴ്ചകൾ കാണാനും ഒരുപാട് ആൾക്കാർ വരാറുണ്ട്. ഇവിടെ ഒരു ദേവാലയം ഉള്ളതുകൊണ്ട് തന്നെ നമ്മളിവിടെ വരുമ്പോൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊന്നും തന്നെ വലിച്ചെറിഞ്ഞിട്ട് പോകാതിരിക്കുക. നമ്മളുടെ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ഈ ഒരു വ്യൂ പോയിൻറ്റിൽ മഴക്കാലത്തൊക്കെ വരുന്നത് ഇച്ചിരി റിസ്ക്കാണ്. പാറയായതുകൊണ്ട് തന്നെ പാറയൊക്കെ തെന്നാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വേനൽക്കാലത്ത് കൂടുതലായിട്ടും ഇങ്ങോട്ടൊക്കെ വരാൻ ശ്രദ്ധിക്കുക. മഴയൊക്കെ ഉള്ള സമയത്ത് പാറയൊക്കെ നന്നായിട്ട് തെറ്റിക്കഴിഞ്ഞാൽ വീണ് കഴിഞ്ഞാൽ നല്ല സീനായിരിക്കും. താഴേക്കൊക്കെ നല്ല അഗാധമായ കുഴികളൊക്കെയാണ്. അപ്പം നമ്മൾ നമ്മുടെ സേഫ്റ്റി എവിടെ പോയാലും നോക്കണം. ഇത് ഇവിടെ ഗുഹയുണ്ട്. ഗുഹ വഴി ഗായ്സ്,
എടുത്തോ ഗായ്സ്, നമ്മളൊരു ഗുഹയ്ക്കകത്തൂടെ കയറി പോകാൻ പോവാണ്. എങ്ങോട്ടായത് പോകുന്നതെന്ന് അറിയത്തില്ല. പോയി നോക്കാം. നല്ല കാറ്റ്, തണുപ്പ്, അതിഭീകരമായ ഒരു മീനോ. അയ്യോ, നല്ല തണുപ്പ് കൊണ്ട് എന്താ വ്യൂ. വേണ്ട, യേശു ക്രിസ്തു അല്ലേ അത്. പുറവിലെ ഗുഹയോ? അതെവിടെ ഇനി പുറകെ ഗുഹ? തലമേളിലാണല്ലോ. നിന്റെ അടുത്ത് വീഡിയോ എടുക്കും. എന്തായാലും ഒന്നും കൂടെ എടുത്തേക്കാം. പിറവി പോയോ? പിറവി ഗുഹ ഇവിടെ എഴുതിയിട്ടുണ്ട്. നമുക്ക് പിറവി ഗുഹ പോയി കാണാം. ഞാനിങ്ങനെ താങ്ങി പിടിച്ച് നിർത്തണം. പെട്ടെന്ന് പൊക്കോളാനല്ലേ, കടന്നു പൊക്കോളാൻ. പാമ്പിലേക്ക് പിടിക്കാന്ന്. എനിക്ക് പുറകെ ഗുഹ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഓ, ഇതാണോ പുറവിലെ ഗുഹ? പിറവി ഗുഹയല്ല, പാറയുടെ. ഇവിടെ വിശ്രമിക്കരുത്. നല്ല കാറ്റ് കിട്ടും, അതുകൊണ്ട് ആൾക്കാർ ഇവിടെ റെസ്റ്റ് എടുക്കുന്നറിയാം. ആന കണ്ടില്ലെന്നല്ലേ പറഞ്ഞേ? നിൽക്കുന്ന അവിടെ. നല്ല കാറ്റും ഉണ്ട്. തന്നെ ഈ കിടക്കുന്ന സാധനം മുതലേ പാമ്പ് അല്ല, ഇത് ഈ കിടക്കുന്ന പാമ്പ്. പാമ്പുകൾക്ക് നാളമുണ്ടെന്നല്ലേ? എങ്ങനെയുണ്ട് ക്യാമറാമാൻ ഉണ്ണി ഈ സ്ഥലം? ഇവിടെ എന്നാ പറയാൻ, അടിപൊളി, അടിപൊളിയല്ലേ? എന്താ വ്യൂ. എല്ലാവരും ഒരു ദിവസം വന്ന് നോക്കുക, കാണുക, ഈ കാഴ്ചകളൊക്കെ കാണുക. നമ്മുടെ ജീവിതത്തിൽ വിലപ്പെട്ട സമയം ഇതുപോലെയുള്ള കാഴ്ചകൾക്കൊക്കെ വേണ്ടി പ്രയോജനപ്പെടുത്തുക. ഇതുപോലെയുള്ള കാഴ്ചകൾ കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാൻ ഈ യാത്രകൾക്ക് കഴിയും. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇതുപോലെയുള്ള വ്യൂ പോയിന്റുകളിലൊക്കെ വന്ന് ഇവിടുത്തെ കാഴ്ചകളും ഒക്കെ കണ്ട് പോവുക. ഈ ഒരു പർവ്വതത്തിന് മുകളിൽ നിന്നും താഴേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒന്നൊന്നര വ്യൂ തന്നെയാണ്. എന്താ നിങ്ങളുടെ അഭിപ്രായം? ഒന്ന് രേഖപ്പെടുത്തണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് ഞങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോകളൊക്കെ എടുക്കാൻ മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇത്രയും കാലം ഉണ്ടായിരുന്നതുപോലെ ഇനിയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രകൃതി നമ്മൾക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന ഒരുപാട് വിസ്മയിപ്പിക്കുന്ന കാഴ്ചകൾ നമ്മുടെ ഇടുക്കിയിലുണ്ട്. ഞങ്ങൾ നേരത്തെ ഇല്ലിക്കക്കല്ലിന് പോയ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഇല്ലിക്കക്കല്ലിൽ പോയത് ഈ റൂട്ടിലൂടെ ആയിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ വണ്ടി ചെറുതായിട്ട് നിർത്തി ഇവിടെ കയറണോ
എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചു. അന്ന് ഞങ്ങൾ ഇവിടെ കയറിയില്ല, സമയം പോകുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ കയറിയില്ല. അതുകൊണ്ട് പിന്നെ വിട്ടടിച്ച് ഞങ്ങൾ നേരെ ഇല്ലിക്കക്കല്ലിലേക്ക് പോവുമായിരുന്നു. അപ്പോൾ ഇല്ലിക്കക്കല്ലിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് നമ്മുടെ ചാനലിലുണ്ട്. അത് കാണാത്തവർ അതും ഒന്ന് കയറി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ ഇത്രയൊക്കെയാണ്. ഇതിൻ്റെ ആ ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു വ്യൂ തന്നെയാണ്. പിന്നെ ആ ഗുഹയിലെ കാഴ്ച അതിമനോഹരമാണ്. ഇവിടെ നിന്ന് നല്ല ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റും. ഞങ്ങൾ 2-3 ഫോട്ടോയൊക്കെ എടുത്തതിന് ശേഷം പതുക്കെ വീട്ടിലേക്ക് പോന്നു. നമ്മളിപ്പോൾ ഒരാഴ്ചയ്ക്ക് മേളിലായി ഒരു വീഡിയോ ചെയ്തിട്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ എവിടെ പോകുമെന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് പെട്ടെന്ന് ഈ ഒരു വ്യൂ പോയിൻറ്റിൻ്റെ കാര്യം ഓർമ്മയിൽപ്പെട്ടത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വെച്ച് പിടിപ്പിക്കുകയായിരുന്നു. ഇവിടെ നിന്നും ഞങ്ങൾക്ക് കിട്ടിയ കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണ്. ഇതൊരു കുരിശുമല ആയതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് കയറുമ്പോൾ തന്നെ താഴെയുള്ള കടയിൽ നിന്നും ഒരു കുപ്പി വെള്ളമേലും കരുതിക്കോണം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും. വെള്ളമൊന്നും കിട്ടാനൊന്നും യാതൊരു വഴിയില്ല. അതുകൊണ്ട് തന്നെ താഴേന്ന് വെള്ളക്കുപ്പി ഒരെണ്ണം വാങ്ങുക. പക്ഷേ വെള്ളക്കുപ്പി വെള്ളം കുടിച്ചതിന് ശേഷം ഇവിടെ വലിച്ചെറിഞ്ഞിട്ട് പോകാതിരിക്കാനും ശ്രദ്ധിക്കുക. അപ്പോൾ ഗായ്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് തീരുകയാണ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്തി ഓൾ അമർത്തുവാനും മറക്കല്ലേ. അപ്പം ബൈ.